നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യ ഒരു സ്കിൻ കെയർ റൂട്ടീനാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഹായ്, ഞാൻ ഡോക്ടർ ബൽക്കിസ് ബാനു. ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്പുകൾ ഏതെല്ലാം നോക്കാം. സാധാരണയായി ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഓയിലി സ്കിൻ എന്ന് 4 തരം സ്കിൻ ടൈപ്പുകളാണുള്ളത്. നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി അതിനനുയോജിച്ചൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഹെൽത്തി ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഭാവിയിൽ സ്കിൻ കൺസേൺസ് ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലുള്ള മെലാസ്മ, കരിമംഗലം, റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ്, ചുളിവുകൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെസ്റ്റ് പറഞ്ഞുതരാം. രാവിലെ ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ ഉപയോഗിച്ച് മുഖം നന്നായി കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം 2 മണിക്കൂർ യാതൊരു പ്രൊഡക്ട്സും മുഖത്ത് ഉപയോഗിക്കരുത്. ശേഷം ഇതുപോലുള്ളൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് മുഖം നന്നായിട്ട് ഒന്ന് ഒപ്പി വൃത്തിയാക്കുക. ശേഷം നെറ്റി, മൂക്ക്, ചുണ്ടിൻ്റെ മീതെ, താടി, ഈ ഏരിയനെയാണ് നമ്മൾ ടീ സോൺ എന്ന് പറയുന്നത്. ടീ സോൺ ഏരിയയിൽ മാത്രം ഓയിൽ സെക്രീഷൻ കാണുകയും ബാക്കി കവിളും മുഖത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ കോമ്പിനേഷൻ സ്കിന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടിഷ്യൂ പേപ്പറിൽ ഒരു ടീ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഓയിൽ ഇംപ്രഷൻ കിട്ടുക. ഇനി നിങ്ങളുടെ ടിഷ്യൂ പേപ്പറിൽ മൊത്തമായിട്ടാണ് ഓയിലി ഇംപ്രഷൻ കിട്ടിയത്, മുഖത്താണെങ്കിലോ നെറ്റി, മൂക്ക്, താടി, കവിള് ഇവിടെ എല്ലാം ഓയിൽ കണ്ടന്റ് കാണുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിന്നാണ്. ഇനി നിങ്ങളുടെ ടിഷ്യൂ പേപ്പറിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിഞ്ഞിരിക്കുകയാണ്, ഭയങ്കര ഡ്രൈ ആയിട്ട് വിള്ളിച്ച പോലെ ഉണ്ടായിട്ട് എന്നാൽ നമുക്ക് ഭയങ്കര വലിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്നാണ്. ഇനി ടിഷ്യൂ പേപ്പറിലും ഒന്നുമില്ല, മുഖത്തും പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നോർമൽ സ്കിന്നാണ്. ഇനി സെൻസിറ്റീവ് സ്കിൻ എന്നൊരു വിഭാഗക്കാരുണ്ട്. ഇത് ഡ്രൈ സ്കിന്നിലും കാണാറുണ്ട്, നോർമൽ സ്കിന്നിൽ കാണാറുണ്ട്, ഓയിലി സ്കിന്നിൽ കാണാറുണ്ട്, കോമ്പിനേഷൻ സ്കിന്നിലും കാണാറുണ്ട്. സാധാരണയായി സെൻസിറ്റീവ് സ്കിന്ന് അലർജി ഉള്ളവർക്കാണ് കാണാറ്. ഇങ്ങനെയുള്ളവർ പുതുതായിട്ട് എന്തെങ്കിലും പ്രോഡക്ട്സ് മുഖത്ത് ഉപയോഗിക്കുമ്പോൾ ആ മുഖം തുടുത്ത് റെഡ് കളറായിട്ട് വരും, അതായത് ചുവന്ന് തുടുത്തിരിക്കും. മാത്രമല്ല ഇവർക്ക് മുഖക്കൊരു പെട്ടെന്ന് വരും. പിന്നെ ബേണിംഗ് സെൻസേഷൻ, എന്തെങ്കിലും പ്രോഡക്ട്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിൽ അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്തെങ്കിലും പ്രോഡക്ട്സ്, പുതുതായിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തണം. കൈയിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു എമൗണ്ടിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 24 hours നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്ട്സ് പിന്നെ ഉപയോഗിക്കരുത്. ഇല്ല, ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ സ്കിൻ ആൻഡ് ഹെയർ ടിപ്സ്.